പ്രണയമഴ ഭാഗം 16. ഇന്ന് രാവിലെ മഴ പെയ്തില്ലാന്ന് തോന്നുന്നു അല്ലേ മോളെ? ടീച്ചറമ്മ ചോദിച്ചു. ഇല്ല, ഇന്നലെ രാത്രി പെയ്തിരുന്നു. രാവിലെ ഇല്ല, ഭദ്ര പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് മുകളിലെ റൂമിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടതും ടീച്ചറമ്മയുടെ മുഖം പെട്ടെന്ന് മാറി. അത് രൂപേഷിന്റെ ശബ്ദമല്ലേ? അവർ ഞെട്ടി പറഞ്ഞു. ഭദ്രയും ഒന്നും മനസ്സിലാകാതെ അവരുടെ പിന്നാലെ ഓടി. പടികൾ കയറി മുകളിലെത്തിയ ടീച്ചറമ്മ രൂപേഷിന്റെ റൂമിന്റെ ഡോറിൽ മുട്ടി. രൂപേഷേ, ഡോറ് തുറക്കടാ. എന്താ അവിടെ? അകത്തു നിന്ന് വീണ്ടും ഒരു മൂളൽ ശബ്ദം കേട്ടു. ഭദ്ര പേടിച്ച് ടീച്ചറമ്മയെ നോക്കി. അയ്യോ, അവര് തമ്മിൽ അടിപിടിയാണോ? അല്ലെങ്കിൽ അവൻ കാശി എന്തെങ്കിലും ചെയ്തോ? ടീച്ചറമ്മയുടെ ശബ്ദത്തിലും ടെൻഷൻ നിറഞ്ഞു. അവർ വീണ്ടും ഡോറ് തള്ളിയതും ഡോറ് തുറന്നു. രണ്ടുപേരും അകത്തേക്ക് നോക്കിയ നിമിഷം ഒരു സെക്കൻഡ് അവർക്കൊന്നും മനസ്സിലായില്ല. അടുത്ത നിമിഷം ഭദ്രയുടെ കണ്ണുകൾ വലുതായി. ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന രൂപേഷ് തലവഴി പുതപ്പ് മൂടിയിട്ടുണ്ട്. അവന്റെ രണ്ട് കൈയും പിന്നിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. വായിൽ ഒരു തുണിയും കുത്തിയിരിക്കുന്നു. അവന്റെ പുറത്ത് കയറിയിരുന്ന് വളരെ സീരിയസ് ആയിട്ട് എന്തോ ചെയ്യുകയാണ് കാശി. അവൻ രൂപേഷിന്റെ കൈകളിലേക്ക് ബെൽറ്റ് കെട്ടാൻ ശ്രമിക്കുകയാണ്. രൂപേഷ് രക്ഷിക്കണമെന്ന പോലെ തലകുലുക്കി. ഭദ്ര ആദ്യം പേടിച്ച് ഒരു പടി പിന്നിലേക്ക് നീങ്ങി. ടീച്ചറമ്മേ! പക്ഷേ കാശി അപ്പോഴും അവരുടെ വരവ് അറിഞ്ഞില്ല. അവന്റെ മുഴുവൻ ശ്രദ്ധയും രൂപേഷിന്മേലായിരുന്നു. അടങ്ങി കിടക്കട കള്ള, നീ ആരോട് ചോദിച്ചാ എന്റെ മുറിയിൽ കയറിയത്? കാശി ഗൗരവത്തോടെ പറഞ്ഞു. രൂപേഷ് എന്തോ പറയാൻ ശ്രമിച്ചു. കാശി വീണ്ടും അവന്റെ വായില് കൂടുതൽ തുണി തള്ളി. അത് കൂടി കേട്ടതും ഭദ്ര ചിരി വരാതെ അടക്കി പിടിച്ചു നിന്നു. പക്ഷേ ടീച്ചറമ്മ അപ്പോഴും ഷോക്കിലായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ആ ശബ്ദം കേട്ട നിമിഷം കാശി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ടീച്ചറമ്മയെ കണ്ടതും അവൻ പെട്ടെന്ന് നേരെയിരുന്നു. ടീച്ചറമ്മേ, നിങ്ങളെന്താ ഇവിടെ? ടീച്ചറമ്മ കണ്ണു ചൊളിച്ചു. ഞാൻ എന്റെ വീട്ടിലല്ലാതെ മറ്റെവിടെയാ പോകേണ്ടത്? അവർ ദേഷ്യത്തോടെ പറഞ്ഞു. കാശി ഒരു സെക്കൻഡ് അവരെ നോക്കി നിന്നു. പിന്നെ ചുറ്റും നോക്കി. റൂം, ബെഡ്, ഇതാരാ? കാശി പിടിച്ചു വെച്ചിരിക്കുന്ന കൈയിലേക്കും ബെഡിൽ തല മൂടിക്കൊണ്ട് കിടക്കുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പുതപ്പ് മാറ്റി. കെട്ടിയിട്ടിരിക്കുന്ന രൂപേഷ്, വായിൽ തുണി. അവന്റെ മുഖഭാവം പെട്ടെന്ന് മാറി. അയ്യോ! അവൻ തല ചൊറിഞ്ഞു. ശരിയാണല്ലോ, ഇതെന്റെ റൂമല്ലല്ലോ. ഭദ്രയ്ക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ വായ പൊത്തി ചിരിച്ചു. നീ എപ്പോഴാ വന്നേ? കാശി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. ടീച്ചറമ്മ കൈ നെഞ്ചിൽ വെച്ചു. രൂപേഷ് കണ്ണിൽ വെള്ളം നിറച്ച് അവനെ നോക്കുകയാണ്. കാശി പെട്ടെന്ന് വായിലെ തുണി വലിച്ചു മാറ്റി. തുണി മാറ്റിയ നിമിഷം രൂപേഷ് വലിയൊരു ശ്വാസം വലിച്ചു. ഹോ! അവൻ നെഞ്ചിൽ പിടിച്ചു. നിങ്ങൾ കുറച്ചുകൂടി വരാൻ വൈകിയിരുന്നെങ്കിൽ എന്നെ തെക്കോട്ടെടുക്കേണ്ടി വന്നേനെ. രൂപേഷിന്റെ പറച്ചിൽ കൂടി കേട്ടതും ഭദ്ര പൊട്ടിച്ചിരിച്ചു. ടീച്ചറമ്മയ്ക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. കാശി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. ഡേയ്, ഞാനെന്താ നിന്നെ ചെയ്തേ? കാശി ചോദിച്ചു. എന്താ ചെയ്തേന്നോ? രൂപേഷ് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. രാവിലെ കണ്ണു തുറന്നപ്പോ എന്റെ മുകളിൽ കയറിയിരുന്ന് എന്നോട് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറിയത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കെട്ടിയിടുകയായിരുന്നു. സംസാരിക്കാനുള്ളൊരു സാവകാശം പോലും അവൻ എനിക്ക് തന്നില്ല. രൂപേഷ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര ചിരിച്ച് ചിരിച്ച് കണ്ണീര് വരും പോലെയായി. കാശി തലയിൽ കൈവച്ചുകൊണ്ട് നിന്നു. അയ്യോ, ഞാൻ ഇത്രയും കുടിച്ചിരുന്നോ ഇന്നലെയോ? ഇത് തന്നെയാ നിന്റെ എല്ലാ ദിവസത്തെയും അവസ്ഥ. കാശി പതിയെ പിറുപിറുക്കുന്നത് കേട്ട് രൂപേഷ് പറഞ്ഞു. എപ്പോഴും കുടിച്ചാല് ആരുടെയെങ്കിലൊക്കെ മെക്കിട്ട് കയറാം. ഇന്നത് എന്റെ മേലെ പ്രയോഗിച്ചു എന്ന് മാത്രം. തെറ്റു പറയാനും പറ്റില്ല. നിന്റെ കൂടെ കിടക്കാമെന്നാ എനിക്കത് തന്നെ കിട്ടണം. അമ്മയ്ക്ക് തൃപ്തിയായില്ലേ? മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് രൂപേഷ് പറഞ്ഞതും ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് കട്ടിലിരുന്നു. എന്റെ ദൈവമേ, ഈ പ്രായത്തില് ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുവാവോ? കാശി പതിയെ ബെഡിൽ നിന്നും ഇറങ്ങി. പിന്നെ വളരെ സീരിയസ് ആയിട്ട് രൂപേഷിനെ നോക്കി പറഞ്ഞു. എന്തായാലും എന്നോട് പറയാതെ വന്നത് കൊണ്ടല്ലേ നീ അനുഭവിച്ചോ? കാശി പറഞ്ഞതും കാശി എന്ന് വിളിച്ചുകൊണ്ട് രൂപേഷ് തലയനെ എടുത്തെറിഞ്ഞു. കാശി ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി. ആ ചിരി കണ്ട നിമിഷം ടീച്ചറമ്മയുടെ കണ്ണുകളിൽ ചെറിയൊരു തിളക്കം തെളിഞ്ഞു. എത്ര നാളുകൾക്ക് ശേഷമാണ് കാശി ചിരിക്കുന്നത് കാണുന്നത്? ടീച്ചറമ്മ ഓർത്തു. പെട്ടെന്നാണ് ടീച്ചറമ്മയുടെ കൂടെ നിൽക്കുന്ന ഭദ്രയെ കാശി കാണുന്നത്. ഭദ്രയെ കണ്ട നിമിഷം അവന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മങ്ങി. ഇപ്പോഴും ഉറക്കച്ചടവും ഹാങ് ഓവറും വിട്ടുമാറാത്ത കണ്ണുകൾ ഒരു നിമിഷം അവളിൽ പതിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖം പഴയ ഗൗരവത്തിലേക്ക് മാറി. ഭദ്രയുടെ ചിരിയും പെട്ടെന്ന് നിശബ്ദമായി. അവൻ ഒന്നും പറയാതെ നേരെ വാഷ്റൂമിലേക്ക് നടന്നു. ഡോർ അടയുന്ന ശബ്ദം കേട്ടതും
ഭദ്ര പതിയെ ശ്വാസം വിട്ടു. കാശിയുടെ നോട്ടവും ഭദ്രയുടെ മുഖം മങ്ങുന്നതും കണ്ടതും ടീച്ചറമ്മ ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. വാ മോളെ, ഇവന്മാരെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവളെയും കൊണ്ട് താഴേക്ക് പോകാൻ തുടങ്ങിയതും ബെഡിലിരുന്നു കൊണ്ട് കഴുത്തും തലയും എല്ലാം പിടിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുന്ന രൂപേഷിനെ കണ്ടതും ഭദ്രയ്ക്കും ടീച്ചറമ്മയ്ക്കും ചിരി വന്നു. നിനക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ടീച്ചറമ്മ ചോദിച്ചതും ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? ആ കാലൻ മിക്കവാറും എന്റെ പരിപ്പ് എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. മര്യാദയ്ക്ക് എനിക്ക് എന്റെ മുറി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. എന്തിന്റെ കേടാണാവോ ഞാൻ അവന് കൂട്ടുകിടക്കാൻ വന്നത്? ഒരു നെടുവീർപ്പോടെ രൂപേഷ് പറയുന്നത് കേട്ട് ചെറിയൊരു ചിരിയോടെ ടീച്ചറമ്മയും ഭദ്രയും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പടികൾ ഇറങ്ങുന്നതിന്റെ ഇടയിൽ ടീച്ചറമ്മ ഭദ്രയെ നോക്കി കണ്ണിറുക്കി. അവൾ വേഗം കിച്ചണിലേക്ക് ചെന്ന് ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുകയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നത് ഒരു മുഖം മാത്രമായിരുന്നു. കാശിനാഥൻ. കുറച്ചു മുമ്പ് അവന്റെ ചിരിച്ച മുഖം. ആദ്യമായിട്ടാണ് ഞാൻ കാശി സാറ് ചിരിക്കുന്നത് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും ആ മനുഷ്യന്റെ മുഖത്ത് ഇതുവരെ ഒരു പുഞ്ചിരി പോലും അവൾ കണ്ടിട്ടില്ലായിരുന്നു. എപ്പോഴും ഗൗരവം, ദേഷ്യം. പക്ഷേ ചില സമയങ്ങളിൽ അവന്റെ മുഖഭാവം അവൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് അത് അവന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വേദനയാണ് എന്ന് അവൾക്ക് മനസ്സിലായത്. പക്ഷേ ഇന്ന് ആ ചെറിയ ചിരി പോലും അവന്റെ മുഖത്തിന് മറ്റൊരു ഭംഗി തന്നു എന്ന് ഭദ്രയ്ക്ക് തോന്നി. അറിയാതെ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ. ടീച്ചറമ്മയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം, അപ്പോഴേക്കും അമ്മ രണ്ടുപേരെയും താഴേക്ക് വിളിക്ക്, ഭദ്ര പറഞ്ഞു. അവർ വന്നോളും, ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ, ഞാനും കൂടി സഹായിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ ഓരോന്നായി വിഭവങ്ങൾ നിറഞ്ഞു. ചൂട് ഇടിയപ്പം, മുട്ടക്കറി, വെജ് കുർമ, ടീച്ചറമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഓട്സും, അതോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചു ഭദ്ര. അപ്പോഴാണ് മുകളിൽ നിന്നും കാലടി ശബ്ദം കേട്ടത്. രണ്ടുപേരും ഒരുമിച്ച് പടികളിലേക്ക് നോക്കി. ആദ്യം ഇറങ്ങി വന്നത് രൂപേഷ് ആയിരുന്നു. തോളിൽ ടവലിട്ട് മുടി തുടച്ചുകൊണ്ടായിരുന്നു വരവ്. അവന്റെ പിന്നാലെ കാശിയും. പടികൾ ഇറങ്ങി വരുന്നതിനിടയിൽ രാവിലെ കണ്ട ആ സീൻ ഭദ്രയുടെ മനസ്സിലേക്ക് വീണ്ടും ഓർമ്മ വന്നു. രൂപേഷിനെ ബെഡിൽ കെട്ടിയിട്ട് മുകളിൽ കയറിയിരിക്കുന്ന കാശി. അതോർത്തതും അവൾക്ക് വീണ്ടും ചിരി വന്നു. അവൾ അറിയാതെ പടികളിലേക്ക് നോക്കി നിന്നു. അതേസമയം കാശിയുടെ കണ്ണുകളും അവളിലേക്ക് ഉയർന്നു. അവൻ ഗൗരവത്തോടെ തന്നെ അവളെ നോക്കുകയായിരുന്നു. ആ നോട്ടം കണ്ട നിമിഷം ഭദ്ര പെട്ടെന്ന് കണ്ണു മാറ്റി. കഴിഞ്ഞോ നിങ്ങളുടെ പരാതിയും തല്ലുമൊക്കെ? ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ സ്നേഹം കൊണ്ടല്ലേ അമ്മേ, രൂപേഷ് ഉടനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കാശിയെ കെട്ടിപ്പിടിച്ചു. ഡേ, മാറി നിക്കടാ, കാശി ചുളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ, നീ കഴിച്ചിട്ട് വന്നാ മതി. എങ്ങോട്ട് പോകാൻ? രൂപേഷ് കണ്ണു വലുതാക്കി. ഇങ്ങോട്ട് വാടാ, മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. എനിക്ക് വേണ്ടടാ. കാശി. ടീച്ചറമ്മയും ശബ്ദം കടുത്തു. കഴിച്ചിട്ട് പോയാൽ മതി. രണ്ടുപേരുടെയും നിർബന്ധത്തിന് മുന്നിൽ കാശി ഒടുവിൽ തോറ്റു. അവൻ വന്ന് ഡൈനിങ് ടേബിളിനരികിൽ ഇരുന്നു. ഭദ്രയാണ് പ്ലേറ്റ് എടുത്ത് അവരുടെ മുന്നിൽ വെച്ചത്. പക്ഷെ അവൾ ഒരിക്കൽ പോലും കാശിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. കാശിയും ഒന്നും പറഞ്ഞില്ല. ടീച്ചറമ്മ ഇടിയപ്പവും മുട്ടക്കറിയും വിളമ്പി. അത് കണ്ട നിമിഷം കാശിയുടെ കണ്ണുകളിൽ ചെറിയൊരു തിളക്കം തെളിഞ്ഞു. ഇടിയപ്പം അവന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണെന്ന് ടീച്ചറമ്മയ്ക്കും രൂപേഷിനും അറിയാം. പക്ഷെ ഭദ്രയ്ക്ക് അതറിയില്ലായിരുന്നു. എന്താ? രൂപേഷ് കാശിയെ നോക്കി ചിരിച്ചു. കണ്ണുവിടരുന്നത് കണ്ടല്ലോ. കാശി ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ടീച്ചറമ്മ ഒളിഞ്ഞ് അവനെ നോക്കി, കണ്ണിറുക്കി. അത് കണ്ടപ്പോൾ ഭദ്രയ്ക്ക് മനസ്സിലായി അവർക്കിടയിലെ മൗനം പോലും സംസാരിക്കുന്നുണ്ട് എന്ന്. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ പലവട്ടം കാശിയുടെ കണ്ണുകൾ ഭദ്രയിലേക്ക് പോയി. പെട്ടെന്ന് ക്ലോക്കിൽ ശബ്ദം കേട്ടതും അവൾ വേഗം മുകളിലേക്ക് പോയി. റെഡിയായി വരുന്നതും അവൻ ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി ഭദ്ര താഴേക്ക് വന്നു. സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് അവളുടെ വേഷം. മുടി കെട്ടിയിട്ട് തോളിൽ ബാഗുമായി അവൾ വന്നതും മോളെ ഇത് കൂടി എടുത്തു വെക്ക്. ടീച്ചർമാർ സ്നാക്സ് ബോക്സ് എടുത്തു കൊടുത്തു. ഇതാ വെള്ളവും. ഈ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും എല്ലാമായിട്ട് പോകാൻ ഇവളെന്താ കുഞ്ഞു കുട്ടിയാണോ അമ്മേ? ഇവരുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ഇവർക്കുള്ള ഫുഡ് കിട്ടുമല്ലോ. ഇത് കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകുന്നത് പോലെ. രൂപേഷ് കളിയാക്കി. എനിക്ക് ഇവള് കുഞ്ഞു കുട്ടി തന്നെയാ. ടീച്ചറമ്മ ഉടനെ മറുപടി പറഞ്ഞു. നീയും ജോലിക്ക് പോകുമ്പോൾ കയ്യിൽ ടിഫിൻ പിടിച്ച് പോകുന്നത് എന്തിനാ? അത് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ. അത് തന്നെയാ ഇവൾക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ എല്ലാം ഭദ്രയുടെ ബാഗിൽ വെച്ച് കൊടുത്തു. ആ കാഴ്ച മുഴുവൻ കാശി മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ഭദ്ര പൂജാമുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടീച്ചറമ്മ അവളുടെ ബാഗുമായിട്ട് ചെന്നു. അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാ ഇറങ്ങട്ടെ അമ്മേ? ഭദ്ര ടീച്ചറമ്മയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. ടീച്ചറമ്മ സ്നേഹത്തോടെ അവളുടെ കവളിൽ തഴുകി. ശ്രദ്ധിച്ചു പോണം. ഇറങ്ങട്ടെ ഏട്ടാ.
അവൾ രൂപേഷിനെ നോക്കി പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി ആക്കണോ? രൂപേഷ് ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം കാശിയിലേക്ക് പോയി. പക്ഷേ അവൻ അവളെ നോക്കിയില്ല. ഗൗരവത്തോടെ മുന്നിലിരിക്കുന്ന കാപ്പി കപ്പിലേക്കായിരുന്നു അവന്റെ നോട്ടം. ബദ്രയുടെ മുഖത്തെ പുഞ്ചിരി ചെറുതായി മങ്ങി. അവളൊന്നും പറയാനാകാതെ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു ടൂ വീലർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടത്. ഹെൽമറ്റ് മാറ്റിയതും ഭദ്ര ചിരിച്ചു. സംഗീത, ഓ, നീ ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതി വേഗം പോകുന്നതാണ് ഞാൻ, സംഗീത പറഞ്ഞു. എന്നാ പിന്നെ പോകാം, അവൾ പറഞ്ഞുകൊണ്ട് ഭദ്രയെ നോക്കി. ഭദ്ര ചിരിച്ചുകൊണ്ട് തലയണക്കി. ഞാൻ എന്തായാലും വീട്ടിൽ നിന്നും ഒരു 15 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ എനിക്ക് നിന്നെയും കൂട്ടിയിട്ട് പോകാം. നീ ബസ്സിൽ കയറി വെറുതെ എന്തിനാ ബുദ്ധിമുട്ടി വരുന്നത്? പക്ഷേ ശമ്പളം കിട്ടുമ്പോൾ പെട്രോൾ അടിക്കാനുള്ള കാശ് വേണം, സംഗീത പറഞ്ഞതും ഭദ്ര ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടീച്ചറമ്മ അവിടെ അടുത്തേക്ക് വന്നു. അതിനെന്താ, മാസം ഞാൻ തന്നേക്കാം. എന്റെ മോളെ രാവിലെ കൊണ്ടുപോവുകയും ചെയ്യണം, വൈകിട്ട് കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യണം, സമ്മതിച്ചോ? അത് കേട്ട് വന്ന ടീച്ചറമ്മ ചോദിച്ചു. അത് കേട്ട് ഭദ്രയും സംഗീതയും ചിരിച്ചു. അപ്പോഴാണ് പുറത്തേക്ക് വന്ന രൂപേഷിനെയും കാശിയെയും സംഗീത കാണുന്നത്. കാശി ഡോക്ടറിന്റെ ഇവിടെ, സംഗീത ഭദ്രയുടെ ചെവിയുടെ അടുത്ത് പതുക്കെ പറഞ്ഞു. പിന്നെ പറയാം, ഭദ്ര പറഞ്ഞു. സംഗീത ഹെൽമെറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. വെക്കൂ മാഡം. ഭദ്ര ഹെൽമെറ്റ് ധരിച്ചു. ടീച്ചർമ്മയോട് യാത്ര പറഞ്ഞ് അവൾ വണ്ടിയിൽ കയറി. അവർ രണ്ടുപേരും പോകുന്നത് കാശി മിണ്ടാതെ നോക്കി നിന്നു. ബൈക്ക് കണ്ണിൽ നിന്നും മറഞ്ഞതും ടീച്ചറമ്മ തിരിഞ്ഞു. കാശി, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഇല്ല. അതെ, 2 ദിവസം ഞാൻ വന്നത് പ്രമാണിച്ച് ഇവന് ലീവാണല്ലോ, രൂപേഷ് ഇടയിൽ കയറി. അതൊന്നുമല്ല, കാശി ശാന്തമായി പറഞ്ഞു. എനിക്കിന്ന് വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോ ഒരു കാര്യം ചെയ്, നീ ചെന്ന് നിന്റെ കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടോ, ഇവിടെ നിന്നോളൂ, രൂപേഷ് പറഞ്ഞു. കാശി കണ്ണു ചുരുക്കി. എന്തിന് എന്ന് ചോദിച്ചു. രൂപേഷ് ഗൗരവം നടിച്ചുകൊണ്ട് ചുമ്മാ, അവൻ കാശിയുടെ തോളിൽ കൈവച്ചു. ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴാ എന്തുകൊണ്ടാ ആളുകൾ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് എന്ന് മനസ്സിലായത്. അവൻ പറഞ്ഞത് കേട്ട് ടീച്ചർമയും കാശിയും ഒരുമിച്ച് അവനെ നോക്കി. എന്താ? കാശി സംശയത്തോടെ ചോദിച്ചു. അല്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖാണ്, രൂപേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ടീച്ചറമ്മ സ്വന്തം തലയിൽ കൈയടിച്ചു. എന്റെ ദൈവമേ! അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. കാശി രൂപേഷിനെ നോക്കി. നാണമില്ലല്ലോ ശവമേ, അങ്ങനെ പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. രൂപേഷ് പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ട് കാശിയുടെ ചുണ്ടിലും അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയ ശേഷം സംഗീതയും ഭദ്രയും ഒരുമിച്ച് അകത്തേക്ക് നടന്നു. രാവിലെ സമയമായതുകൊണ്ട് ആശുപത്രിയിൽ പതിവ് തിരക്ക് തുടങ്ങിയിരുന്നില്ല. ഭദ്രയുടെ മുഖം പക്ഷേ ആലോചനയിൽ മുങ്ങിയിരുന്നു. അത് കണ്ടതും സംഗീത, ഡി, ഇന്നലെ ശരിക്കും കാശി സാർ അവിടെയായിരുന്നോ? സംഗീത വീണ്ടും ചോദിച്ചു. ഭദ്ര പതിയെ അവളെ നോക്കി. ഒരു ചെറിയ മൂളൽ മാത്രം. പിന്നെ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? അതിന് ഭദ്ര കുറച്ചു നേരം ഒന്നും പറയാതെ നിന്നു. പിന്നെ ഇന്നലെ രാത്രിയിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ സംഗീതയോട് പറയാൻ തുടങ്ങി. രൂപേഷ് പറഞ്ഞ സാവിത്രിയുടെ കഥ, അവളുടെ കുടുംബത്തിന്റെ മരണം, അതൊരു ആത്മഹത്യയാണോ അല്ലയോ എന്ന സംശയം. കാശി ഇന്നും ആ സത്യത്തിന് പിന്നാലെയാണെന്ന കാര്യം എല്ലാം സംഗീത ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. അവൻ നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്നു. ആദ്യം ഒരു കോഫി വേണം. ഇത്രയും കേട്ടിട്ട് എന്റെ തല കറങ്ങുന്നത് പോലെ, സംഗീത പറഞ്ഞതും ഭദ്ര ചെറുതായി ചിരിച്ചു. രണ്ടുപേരും കോഫി വാങ്ങി കോണിലെ ഒരു മേശയിൽ ചെന്നിരുന്നു. ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ അതുവരെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കോഫിയിൽ നിന്നും ഉയരുന്ന ചൂട് പുകയും പതിയെ ഊതി കോഫി കപ്പ് ചുണ്ടോട് ചേർത്തുകൊണ്ട് നമ്മൾക്ക് കേട്ടപ്പോഴേ തല കറങ്ങുന്നത് പോലെ. അപ്പോ അനുഭവിച്ച കാശി സാറിന്റെ അവസ്ഥ, അവൾ പറഞ്ഞത് കേട്ടതും ശരിയാണ് എന്ന് സംഗീതയും പറഞ്ഞു. പിന്നെ വീണ്ടും അവർ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ തുടങ്ങി. കാശിയുടെ മുഖത്ത് കണ്ട ആ വേദന, അവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചത് മാത്രമല്ല, അവന്റെ ലോകം തന്നെയായിരുന്നു അവളെന്ന് രൂപേഷ് പറഞ്ഞ നിമിഷം വരെ. എല്ലാം കേട്ട് കഴിഞ്ഞതും സംഗീതയുടെ മുഖവും ഗൗരവമായി. ശരിക്കും ആ സാവിത്രി നിന്നെപ്പോലെ തന്നെയാണോ? ആകാംക്ഷ നിറഞ്ഞ ശബ്ദം. ഭദ്ര കോഫി കപ്പിലേക്ക് നോക്കി. അറിയില്ല, അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു. പക്ഷേ എനിക്കറിയണം സംഗീത, അവർ പറയുന്നത് പോലെ അവളുടെ മുഖമാണ് എനിക്ക്. ആ മുഖവുമായിട്ട് എനിക്ക് സാമ്യമുണ്ടോ എന്നെല്ലാം അവൾ പതിയെ പറഞ്ഞു. സംഗീത കുറച്ചു നേരം ആലോചിച്ചു. നിനക്ക് എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? ഭദ്ര വീണ്ടും ചോദിച്ചു. എങ്ങനെയെങ്കിലും നമുക്ക് ആ സാവിത്രിയുടെ ഫോട്ടോ കിട്ടിയാല്, അവൾ വാക്ക് പൂർത്തിയാക്കാതെ നിർത്തി. സംഗീത ഉടനെ പറഞ്ഞു. അതിന് രൂപേഷിട്ടും പറഞ്ഞില്ലേ ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു എന്ന്. ഭദ്ര അവളെ നോക്കി. പഴയ പത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാവും, ഫോട്ടോയും വന്നിട്ടുണ്ടാകും, സംഗീത പറഞ്ഞു.
ഒരു നിമിഷം ഭദ്രയുടെ കണ്ണുകളിൽ ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. അതെ, നമുക്ക് അന്വേഷിക്കാം. സംഗീത അവളുടെ കയ്യിൽ പതിയെ തട്ടി. നീ ഇങ്ങനെ ടെൻഷനാവരുത്. പക്ഷേ അടുത്ത നിമിഷം അവളൊരു ദീർഘനിശ്വാസം വിട്ടു. എന്നാലും കാശിനാഥൻ എന്ന് പറയുന്ന ആ ഡോക്ടറുടെ മനസ്സിൽ ഇത്രയും വേദന ഉണ്ടെന്ന് ആരും അറിഞ്ഞില്ലല്ലോ, അവൾ പറഞ്ഞു. എപ്പോഴും ഗൗരവം, ദേഷ്യം, അതിനകത്ത് ഇങ്ങനെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ഭദ്ര ശാന്തമായി കേട്ടിരുന്നു. അവളുടെ മനസ്സിലും അതേ ചിന്തകളായിരുന്നു. ആ മനുഷ്യൻ ചിരിക്കുന്നത് പോലും അപൂർവം. പക്ഷെ ആ ചിരിക്ക് പിന്നില് ഇത്ര വലിയൊരു മുറിവുണ്ടെന്ന് ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാനാവുമോ? അറിയാതെ ഭദ്രയുടെ മനസ്സ് ചോദിച്ചു. അവൾക്ക് മുന്നിൽ വീണ്ടും കാശിയുടെ മുഖം തെളിഞ്ഞു. ആ ഗൗരവമുള്ള കണ്ണുകള്, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന. അവൾ അറിയാതെ നിശബ്ദമായി പോയി. അത് കണ്ട സംഗീത ചെറുതായിട്ട് ചിരിച്ചു. ഡി, നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടല്ലേ, നമുക്കൊരു വഴിയുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? സംഗീത അവളെ സമാധാനിപ്പിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റോറി ഞാൻ വേഗം തരാവേ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാവേ. ബൈ.